നമ്മുടെ നാട്ടിൽ ഈ നേരത്തെ ഈ പ്രത്യേകിച്ച് അക്യുപഞ്ചർ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളിലൊക്കെ നമ്മൾ ഈ അക്യുപഞ്ചർ ചികിത്സാ രീതി അപ്ലൈ ചെയ്തു, അത് പല ഇഷ്യൂസിലേക്ക് എത്തിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറ്. ശരിക്കും എന്താണ് അതിൽ സംഭവിക്കുന്നത്? അക്യുപഞ്ചർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കും ഒരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. ബിക്കോസ് ഓഫ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു എക്സ്റ്റേണൽ തെറാപ്പിയാണ്. ഇതിൽ യാതൊരു വിധ ഉള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ ഇന്റേണലി ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള അക്യുപഞ്ചറിൽ നമ്മൾ ആരുടെയും മെഡിക്കേഷൻസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറയാറില്ല. നമ്മളുടെ അടുത്തൊരു രോഗി വരുമ്പോൾ ഹൈ ബി പിക്ക് മെഡിസിൻ ഒരു 2 നേരം കഴിക്കുന്നുണ്ടാവും, അതുപോലെ ഷുഗറിൽ ഇൻസുലിനും കുത്തുന്നുണ്ട്, പിന്നെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്, പിന്നെ ഹാർട്ട് കാർഡിയോ ഇഷ്യൂസിന് എന്തെങ്കിലും എക്കോസ്പിരിൻ പോലെയുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നിൻ്റെയും മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. കാരണം ആക്ച്വലി നമ്മൾ ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. പിന്നെ നമുക്കിതിൽ മെഡിക്കേഷൻസ് ഇല്ല. ഇതിനെ നമ്മൾ പറയുന്നത് ടോട്ടലി ഡ്രഗ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഡ്രഗ്ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രഗ് കൊടുക്കാനുള്ള അനുമതി ഇല്ല എന്നല്ല, നിർത്താനുള്ള അനുമതിയില്ല. അപ്പം നമുക്ക് ഏത് ഡോക്ടറാണോ ആ മെഡിസിൻ കൊടുത്തത് ആ ഡോക്ടർക്ക് അനുവാദമുള്ളൂ അത് കുറക്കണോ കൂട്ടണോ എന്ന് അറിയാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ഫാർമക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. ഇതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ഇപ്പോൾ എല്ലാവരും പറയും അത് ഭയങ്കര സൈഡ് എഫക്ട്സ് ഉള്ളൂ. വാട്ട് ഈസ് മീൻ ബൈ സൈഡ് എഫക്ട്സ്? നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ പൊതുവേ കുഞ്ഞു കുട്ടികളും പറയുന്നതാണ് അധികം കഴിക്കണ്ട, സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് പറയാൻ നമ്മൾ ആളല്ല. നമ്മളെല്ലാത്തിനും അവരവർ പഠിച്ച സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. കാരണം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ പൗരന്മാർക്ക് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന കുറച്ച് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ ആൾക്കാർ ചെയ്യുന്നത് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യും ഫസ്റ്റ്ലി. അപ്പോൾ അവർക്ക് കുറേ കൂടി വിഡ്രോ സിംറ്റംസ് കൂടും, അത് പിന്നെ കൊളാപ്സ്ഡ് ആവും. ഈവൻ ICUലാവുന്ന കേസസ് എനിക്കറിയാം, ഡെത്ത് കേസസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ബ്ലണ്ടറായിട്ട് ഇത് ഒരു ലോജിക് അല്ലാണ്ടും സയൻറ്റിഫിക്കലി അല്ലാണ്ടും ട്രീറ്റ്മെൻറ്റിനെ എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ആക്ച്വലി സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല, പ്രാക്ടീഷണറിൻ്റെ പ്രശ്നമാണ്. സിസ്റ്റത്തിൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ TCM അല്ല അവർ പ്രാക്ടീസിനെ, വേറെ സിസ്റ്റം ഓഫ് അവർ TCM എന്ന് അതിനെ പറയുന്നില്ല. അവർ എല്ലാ മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്യുന്നു. ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഈ പാരാമീറ്റേഴ്സ് അതിനൊക്കെ എതിരാണ്. അവരൊന്നും ടെസ്റ്റ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ട് അറിയാൻ പറ്റത്തില്ലല്ലോ.